ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് എവിടെയാണ് പോകണമെന്ന് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ആദ്യം തന്നെ ഗൈസ്, ഇന്ന് ഞാൻ പോകുന്നത് വിഴിഞ്ഞ ലൈറ്റ് ഹൗസിലേക്കാണ്. കഴിഞ്ഞ ലെമൂർ ബീച്ചിൽ പോയതോട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് ഇവിടെ ലൈറ്റ് ഹൗസിൽ കയറണമെന്ന്. പക്ഷെ ഇത്രയും ദിവസമായിട്ട് എനിക്ക് നടന്നില്ല. ഇന്നാണ് കുറച്ച് സമയം കിട്ടിയത്. ഞാൻ പെട്ടെന്ന് തന്നെ ഒന്നും നോക്കാതെ അങ്ങ് ഇറങ്ങി. അപ്പോൾ മുകളിലോട്ട് കയറാനായിട്ട് അവർ സ്റ്റെപ്പും അതിൻ്റെ കൂടെ തന്നെ ലിഫ്റ്റും വെച്ചിട്ടുണ്ട്. ഞാൻ മുകളിലോട്ട് ലിഫ്റ്റിലാണ് കയറിയത്. അപ്പോൾ ലിഫ്റ്റിൽ കയറിയാലും മുകളിലെത്തിയതിന് ശേഷം എന്താ ഈ തുരങ്കത്തൂടി അകത്തോട്ട് കയറാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് നമ്മൾ കാണുന്ന വ്യൂ ഉണ്ടല്ല ഗൈസ്, ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന കടലും ആ സൈഡിലുള്ള വ്യൂ ഒക്കെ കാണുമ്പോൾ ഒരു ഫീല്. പിന്നെ എത്ര അടി ഹൈറ്റിലാണ് നിൽക്കണമെന്നല്ല വിചാരമുണ്ടാ. നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അമ്മാതിരി വൈബാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടില്ലായിട്ട് വിഴിഞ്ഞം പോർട്ടൊക്കെ കാണാം. അവിടെ ഒരു ചരക്ക് കപ്പൽ നിൽപ്പുണ്ട്. ഇപ്പോൾ ഈ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത് 1972-ലാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 36 മീറ്ററാണ്. അവിടെ നിൽക്കുന്ന തെങ്ങിനേക്കാളും ഹൈറ്റിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ഹൈറ്റ് പേടിയായിരുന്നിട്ട് പോലും ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു പേടി തോന്നുന്നില്ല. ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം കാണുമ്പോൾ എങ്ങനെ പേടിക്കാനല്ലേ. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ തിങ്കളാഴ്ച വരാൻ നിൽക്കേണ്ട. തിങ്കളാഴ്ച ഹോളിഡേ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് മുതിർന്നവർക്ക് 20, കുട്ടികൾക്കാണെങ്കിൽ 10, പിന്നെ ഫോട്ടോഗ്രാഫിക്ക് 10, പിന്നെ പാർക്കിങ്ങിന് ഒരു 10 രൂപ ചാർജ് ചെയ്യുന്നു. ഇവിടുത്തെ സമയം വരുന്നത് 10 മണി തൊട്ട് 12:30, 2 മണി തൊട്ട് 5 മണി വരെയാണ്. അപ്പോൾ 5 മണിക്ക് ശേഷം ആരും വരാൻ നിൽക്കണ്ട. ഞാൻ പോയപ്പോൾ തന്നെ 4:45. എന്തായാലും കയറാൻ പറ്റി എനിക്ക്. ഞാൻ താമസിച്ച് പോയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. എങ്കിലും ഒരു അരമണിക്കൂർ അടുപ്പിച്ച് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരിച്ചിറങ്ങും ഞാൻ സ്റ്റെപ്പ് വഴിയാണ് ഇറങ്ങുന്നത്. സ്റ്റെപ്പ് വഴി ഇറങ്ങുന്ന ഒരു പ്രത്യേക ഫീലാണ്. നിങ്ങൾക്ക് നടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് വഴി ഇറങ്ങണം ഗൈസ്. അതൊരു പ്രത്യേക ഫീലാണ്. പിന്നെ ഫ്രണ്ട്സ്, മുകളിൽ മാത്രമല്ല താഴെയും കിട്ടില്ല വ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ട് തന്നെ എനിക്ക് അധിക സമയം അവിടെ നിൽക്കാൻ പറ്റില്ല. അവരവിടെ ഗേറ്റ് പൂട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇറങ്ങി. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പോകാൻ നോക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് താഴെ ഉള്ളത് മുകളിലത്ത് കിട്ടില്ല വ്യൂ കാണാൻ പറ്റും. നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിൽക്കുമ്പം കടലിൽ കൂടി കുറേ ബോട്ടൊക്കെ പോകും. അതൊക്കെ കാണുമ്പോൾ ഒരു കുഞ്ഞു ഉറുമ്പൊക്കെ പോകണ ഒരു ഫീലാണ്. ഉറുമ്പ് തീരെ ചെറുതായിപ്പോൾ അല്ലേ, ഒരാടൊക്കെ പോകണ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഞാൻ അധികം അവിടെ നിന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇതുവഴിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയതിനു ശേഷമാണ് കണ്ടത്. ആ സൈഡ് വേറൊരു വഴിയുണ്ടായിരുന്നു. ഇപ്പോൾ പാർക്കിംഗ് വരുന്നത് ഇവിടെയാണ്. നമ്മൾ എൻട്രൻസിൽ തന്നെയാണ് പാർക്കിംഗ് ഉള്ളത്. അവിടെ കുഞ്ഞ് ആനയും വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കും. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞാൻ ബീച്ചിലാണ് വന്നത്. ബീച്ചിലോട്ട് വരാനായിട്ട് അതിൻ്റെ സൈഡിൽ കൂടി തന്നെ ഒരു വഴിയുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് തന്നെ ഈ ബീച്ചിലോട്ട് ഇറങ്ങാനും പറ്റും. അപ്പോൾ ഗ്യാസ് ഇത്രയും നേരം നിന്നത് ഇത്രയും ഹൈറ്റിൻ്റെ മുകളിലാണെന്ന് ആലോചിച്ച് നോക്ക്. ആ തെങ്ങൊക്കെ കുഞ്ഞായിട്ടാണ് നിൽക്കുന്നത്. അത്രയും ഹൈറ്റിലാണ് ഞാൻ നിന്നത്. പിന്നെ ഇത്രയും നിന്നല്ലേന്ന് കരുതി ഇരിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഒരു ബോട്ട് മറിഞ്ഞ് കിടക്കുന്നത്. അത് ബോട്ട് മറിഞ്ഞ് കിടക്കണതാണോ അതാ ഇനി മറിച്ചിട്ടിങ്ങനാണെന്ന് അറിയത്തില്ല. ഞാൻ പിന്നെ അതിൻ്റെ മുകളിലായി എൻ്റെ ഇരുത്തം. ഒരു 8 മണി വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു.
ഓക്കെ ഗൈസ്, നമുക്കിനി അടുത്ത കിടിലൻ സ്പോട്ടിൽ പോയിട്ട് ഇതിന് നല്ല വീഡിയോ എടുത്ത് തിരിച്ചു വരാം. അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് പോകണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈ.